ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു മടക്ക് സേവയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പ് മൈദയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് കളറിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. നമുക്കൊന്ന് നനച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് വേണം നമുക്ക്. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. നമ്മൾ അതുപോലെ തന്നെ നനച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിൽ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇത്രയും സ്പൂൺ നെയ്യാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. അപ്പം നമ്മുടെ മടക്ക് സേവയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലേശം മൈദാപ്പൊടി വിതറി കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ആദ്യം ഇത് ഓരോ ഉരുളകളായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഈ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിന്ന് പരത്തിയെടുക്കാം ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് എല്ലാം പരത്തി വെച്ചേക്കണത്. ഇനി നമുക്ക് ഇതിൽ ശകലം നെയ്യ് തൂത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ലേശം നെയ്യ് തൂക്കുവാണ്. എന്നിട്ട് ശകലം പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതിയിലേക്ക് ഒരു ലേശം പൊടി. എന്നിട്ട് നമുക്ക് അടുത്ത പരത്തി വെച്ചേക്കണതും കൂടി ഇതിൻ്റെ മീതിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു ലേശം നെയ്യ് തൂത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെയും പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു പൊടി ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മീതിയിലേക്ക് വീണ്ടും പരത്തി വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാം. വീണ്ടും നെയ്യ് തൂത്ത് കൊടുക്കാം. വീണ്ടും പൊടിയിട്ട് കൊടുക്കാം. അടുത്ത പരത്തി വെച്ചേക്കണതും കൂടി ഇതിൻ്റെ മീതിയിലേക്ക് വെച്ച് കൊടുക്കാം. മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ലേശം നെയ്യ് തൂത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഉള്ളിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മീതിയിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരെണ്ണം കൂടി നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് മൊത്തത്തോടെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് പരത്തിയെടുക്കാവേ. അപ്പോൾ നമ്മൾ ഇതേ ഷേപ്പിൽ ഇങ്ങനെ പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. ഈ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടി മാറ്റി കൊടുക്കണം. നമ്മൾ ഇത്രയും നീട്ടി നമ്മൾ വെച്ചിരിക്കുകയാണല്ലോ. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് മുറിച്ച് വെക്കാം. കണ്ടോ, നമ്മളിപ്പോൾ മുറിച്ച് കഴിയുമ്പോൾ കണ്ട ലെയർ പോലെ കണ്ട. ഇത് നമ്മൾ കൂട്ടി ഇതായി സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലെയർ ഇത് പോവും. നമ്മൾ അതേ രീതിയിൽ തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നടുക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് പരത്തിയെടുക്കണം. കാരണം മറ്റേ ലെയർ കൂട്ടിമുട്ടി ഒട്ടിപ്പോകാൻ പാടില്ല. പതിയെ ഇതിൻ്റെ മീതെ കൂടി. എന്നാലേ നമ്മുടെ മടക്ക് സേവ ഓക്കെ ആകത്തുള്ളൂ. ഇവിടെ നമുക്ക് പതി എങ്ങനെയൊന്ന് പരത്തി കൊടുക്കാം. അപ്പം നമ്മുടെ മടക്ക് സേവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇതേ രീതിയിൽ നന്നായിട്ട് എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മടക്ക് സേവ ഫ്രൈ ആയിട്ടുണ്ട്. മാറ്റി വെക്കാം.
പാത്രത്തിലേക്ക്. ഇതെല്ലാം ബാക്കി ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തത് ഇത് കണ്ട നല്ല ലെയറായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മടക്കസേവ നമ്മൾ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ദേ കുറച്ച് പഞ്ചസാര പാനിയാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിക്കുവാണ്. ചെറുമധുരം മതി, ഒത്തിരി ഓവറായിട്ടുള്ള മധുരത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ പാനിയായത് വെറും കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ മടക്ക് സേവ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല ലെയറാക്കി നല്ല കറക്റ്റായിട്ടുണ്ട്. ഞാനിതൊന്ന് ഒടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കണത് കണ്ട. അപ്പം നമ്മുടെ മടക്ക് സേവ റെഡിയായിട്ടിരിക്കുകയാണ്. നമുക്ക് ചായക്കടയിൽ നിന്നും അതുപോലെ തന്നെ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടിയില്ല അതേ ടേസ്റ്റിൽ തന്നെയുള്ള മടക്ക് സേവയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഇതായിട്ടാണ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്